നിലമ്പൂർ പോളിംഗ് ബൂത്തിൽ 263 ബൂത്തുകളിൽ നിന്നായി വിധി എഴുതുന്നത് 2,32,381 പേർ. 7,787 പേർ പുതിയ വോട്ടർമാർ. 10 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത്. 3 ബൂത്തുകൾ വനമേഖലയിൽ. പ്രശ്ന സാധ്യതാ ബൂത്തുകളിൽ സുരക്ഷ ശക്തം. പാലക്കാട് വീണ്ടും കാട്ടാനയുടെ ആക്രമണം. മുണ്ടൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചത് ഞാറക്കോട് സ്വദേശി കുമാരൻ. കാട്ടാന ചവിട്ടിക്കൊന്നത് പുലർച്ചെ 3 മണിയോടെ. ആക്രമണം വീടിന് സമീപത്ത് വെച്ച്. പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ 7ാം ദിനവും അയവില്ല. ഇസ്രയേൽ നഗരങ്ങളെ ഉന്നമിട്ട് വീണ്ടും ഇറാന്റെ ഡ്രോണുകൾ. ഇറാനിൽ 2 ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടെന്ന് ഇസ്രായേൽ. കീഴടങ്ങണമെന്ന ട്രംപിന്റെ ആഹ്വാനം തള്ളി ആയത്തുള്ള ഖമനി. സംഘർഷത്തിൽ മധ്യസ്ഥതയ്ക്ക് തയ്യാറെന്ന് റഷ്യ. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായുള്ള ആദ്യ വിമാനം ഡൽഹിയിലെത്തി. ഓപ്പറേഷൻ സിന്ധു എന്ന് പേരിട്ട ദൌത്യത്തിന്റെ ഭാഗമായി എത്തിച്ചത് 110 പേരെ. ആദ്യ ബാച്ച് എത്തിയത് ഇൻഡിഗോയുടെ പ്രത്യേക വിമാനത്തിൽ. ആദ്യ സംഘത്തിൽ മലയാളികളില്ല. സംസ്ഥാനത്ത് മഴ തുടരുന്നു. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ ഉയർന്ന തിരമാലകൾക്ക് സാധ്യത. ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം.